നിലയിൽ അമ്മയെ മകൻ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. ആ വാർത്തയിൽ കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാവുന്നു. ഇപ്പോൾ സൈഫുനീസ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനീസ, ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. എന്താണ് പോലീസ് പറയുന്നത്? അരുൺകുമാർ, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ ഈ വീട്ടിൽ നിന്ന്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഓടിട്ട വീടാണ് പ്രദീപിന്റേത്. ഈ വീട്ടിലാണ് പ്രദീപും അമ്മ അല്ലിയും, 78 വയസ്സുള്ള അല്ലിയും താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇന്നലെ വലിയ ബഹളം കേട്ടു എന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. ഈ പുലർച്ചയോടുകൂടി ഇയാൾ സമീപത്തെ വീട്ടിലെത്തി അമ്മ മരിച്ചു നാം കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ നല്ല രീതിയിൽ മദ്യപിച്ചാണ് ഈ വീടുകളിലേക്ക് എത്തിയത്, സമീപത്തെ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ അത് കാര്യമായിട്ട് എടുത്തില്ല. അയാൾ മദ്യപിച്ച് പറയുന്നതാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. പിന്നീട് മകൾ എത്തിയ ശേഷമാണ് പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രദീപ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ സ്ഥിരമായി ഇവിടെ മദ്യപിച്ച് വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ അമ്മ മരിച്ച ശേഷം കുഴിച്ചിട്ടു എന്നാണ് പ്രദീപിന്റെ മൊഴി. പക്ഷേ ഇപ്പോൾ ഈ നിലവിലെ ഈ സമീപവാസികൾ പറയുന്നത് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് ഇതുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ ബഹളത്തിനിടയ്ക്ക് അമ്മയുടെ മരണം സംഭവിച്ചതാണോ അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വയറിട്ട് കെട്ടിയിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്താണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോലീസ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീട് ഒരു കുറച്ച് അകത്തേക്കുള്ളൊരു വീടാണ്. ഈ റോഡിന്റെ എന്റെ ഒരു ഭാഗത്താണ്. ഈ സമീപവാസികളായിട്ടൊന്നും ഇയാൾക്ക് വലിയ അടുപ്പമില്ല, തികഞ്ഞ മദ്യപാനിയാണ്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ളവരും ഇയാളുമായിട്ട് വലിയ ബന്ധം സൂക്ഷിക്കുന്ന ആളുകളുമല്ല ഇയാൾ. അതുകൊണ്ട് തന്നെ രാവിലെ വന്ന് ഇങ്ങനെ അമ്മയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തില്ല. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രദീപ് ഉള്ളത്. ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇയാൾ കൃത്യമായ രീതിയിലല്ല മറുപടികൾ നൽകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. അരുൺകുമാർ.